ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ക്യൂർ ആൻഡ് കെയർ എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പോത്തിൻ ദ്രാവകം എന്നുള്ള മരുന്നിനെ കുറിച്ചിട്ടാണ്. ഈ മരുന്ന് ചില ഡോക്ടേഴ്സ് എഴുതാറുണ്ട്, ഒരുവിധം ഡോക്ടേഴ്സ് എഴുതാറുണ്ട്. പക്ഷെ എല്ലാവർക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മരുന്നല്ല പോത്തിൻ ദ്രാവകം. പോത്തിൻ ദ്രാവകത്തിന്റെ പേരിൽ തന്നെ ഉണ്ട് അതിന്റെ മീനിങ് എന്താണ്. ബഫല്ലോന്റെ ബോൺസ് വെച്ചിട്ട് ചില ബുക്സിൽ പറയുന്നു ബഫല്ലോന്റെ ബോണ് വെച്ചിട്ടാണ് ഈ മരുന്ന് ഉണ്ടാക്കുന്നത്, ചിലതിൽ പറയുന്നു ബഫല്ലോന്റെ എല്ലാം അതിൽ ഇടുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ബഫലോന്റെ ബോണ് ഇട്ടിട്ടാണ്, അത് ഡിസ്റ്റിലേഷൻ ചെയ്ത് വാറ്റിയൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഈ മരുന്ന് ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്ന എന്താ, ഈ മരുന്നിന് എന്താണ് അതിൻ്റെ കളറ് ബ്രൗൺ കളറായിരിക്കും, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ആയിരിക്കും. പക്ഷെ ഇതിൻ്റെ കളറ് അങ്ങനെയൊന്നുമല്ല. ഇത് പ്ലെയിൻ വാട്ടർ പരിയായിരിക്കും. അതിന് ഒരു കളർലെസ് ആണ്, ഓർഡർലെസ് ആണ്, കാര്യമായിട്ട് സ്മെല്ലും ഇല്ല. അപ്പോൾ അതാണ് ഫസ്റ്റ് തിങ്. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ബഫലോന്റെ ബോൺ എന്ന് പറഞ്ഞാൽ ബഫലോന്റെ ബോണിന് നല്ല ശക്തിയാണ്, നല്ല സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ യൂസസിലും കുറച്ചൊക്കെ അങ്ങനെയാണ്. ഈ മരുന്നുകൾ കഴിച്ചാൽ അല്ലെങ്കിൽ ഈ മരുന്ന് കഴിച്ചാൽ അതിന്റെ ഗുണം എന്താണ്? ദ മെയിൻ തിങ് ഇസ് വാതവ്യാധിക്ക് വരുന്ന പ്രശ്നങ്ങളിൽ കൊടുക്കുന്നതാണ് പോത്തിൻ ദ്രാവകം. വാതവ്യാധി, എല്ലുകളെ കൂടുതൽ ബലപ്പെടുത്താനും പ്രതിരോധശേഷി കൂട്ടാനും, അതേമാതിരി നമ്മുടെ ബ്ലഡ് സെല്ലിന്റെ പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട്, പ്രൊമോട്ടിങ് ഫാറ്റി ആസിഡ്സ്, അതേമാതിരി നമ്മുടെ ബോഡിക്കൊക്കെ നല്ല സ്ട്രെങ്ത് കിട്ടാൻ. നമ്മൾ ഈ അശ്വഗന്ധത്തിന്റെ ഇത് പറയുമ്പോൾ എന്താണ്, നമുക്ക് കൂടുതൽ ബലം കിട്ടാന്നുള്ള രീതിയിലാണ്. പക്ഷെ ഇവിടെ നമ്മുടെ എല്ലുകൾക്ക് കൂടുതൽ ബലം കിട്ടാനായിട്ടാണ്, നമ്മുടെ ബോഡിക്ക് കൂടുതൽ ശക്തി കിട്ടാനും. അതേമാതിരി മെയിനായിട്ട് വാതവ്യാധി സംബന്ധമായിട്ട് എന്ത് അസുഖത്തിനും നമുക്ക് പോത്തിൻ ദ്രാവകം കൊടുക്കാം. പക്ഷെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ ഇടാൻ തന്നെ കാരണം. പോത്തിൻ ദ്രാവകം നമ്മൾ കൊടുക്കുമ്പോൾ ഓൾറെഡി ചൂടായിട്ടുള്ള കുറച്ച് ചൂട് എന്ന് വെച്ചാൽ ചൂട് വികാരമായിട്ടുള്ള ഒരു മരുന്നാണ് ഈ പോത്തിൻ ദ്രാവകം. അതുകൊണ്ട് തന്നെ നമ്മൾ ജാനുവരി സ്റ്റാർട്ട് മുതൽ ഒരു മെയ് ജൂൺ വരെ ഈ മാസത്തിൽ പോത്തിൻ ദ്രാവകം കൊടുക്കാൻ പാടില്ല. ജൂലൈ മുതൽ ഒരു ഡിസംബർ വരെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ വേണമെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കൊടുക്കാം. ബിക്കോസ് തണുപ്പ് കാലത്ത് നമുക്ക് ഈ പോത്തിൻ ദ്രാവകം കൊടുക്കാം, യാതൊരു പ്രശ്നങ്ങളുമില്ല. മറിച്ച് ചൂട് കാലത്ത് കൊടുക്കുമ്പോൾ ഇതിന്റെ ആ ഒരു എഫക്റ്റ് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതുകൊണ്ട് നമ്മുടെ ആയുർവേദ ശാസ്ത്രത്തിൽ പറയുന്നുണ്ട് ദൂഷ്യം ദേശം കാലം എന്നൊക്കെ പറഞ്ഞിട്ടൊരു ശ്ലോകമൊക്കെ ഉണ്ട് പോട്ടെ. അതായത് ഒരാളുടെ നമ്മൾ പ്ലേസ്, ഇപ്പൊ ഒരാൾ കാനഡയിൽ നിന്ന് വിളിക്കുകയാണ് അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് വിളിക്കുകയാണ്, അപ്പൊ അവിടുത്തെ ക്ലൈമറ്റ് വേറെ ആയിരിക്കും. നമ്മുടെ ഇവിടെ ചിലപ്പോൾ ചൂടായിരിക്കും, പക്ഷെ അവിടെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് ഒരു ഡോക്ടർ ഒരു മെഡിസിൻ എഴുതുന്നത് തന്നെ. ഓക്കെ, അപ്പോൾ ഇത് വളരെ പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റില്ല, എന്നാൽ കുഞ്ഞു കുട്ടികൾക്ക് നമുക്കത് കൊടുക്കാൻ പറ്റില്ല. കാരണം ഇത് ഞാൻ ഈ പറഞ്ഞ ക്ലൈമറ്റിന്റെ കാര്യം മാത്രമല്ല കേട്ടോ. പക്ഷെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ദഹിക്കാൻ ഒരുപാട് ടൈം എടുക്കും. അപ്പൊ ഡൈജഷൻ ഒക്കെ ശ്രദ്ധിച്ചിട്ട് അവരുടെ ദഹനം എങ്ങനെയാണ്, കൂടുതൽ സമയം എടുക്കുമോ എങ്ങനെയാണ്, അതൊക്കെ നോക്കിയിട്ടാണ് ഈ മരുന്ന് കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു 45 above ഒക്കെ ആയിക്കഴിഞ്ഞാൽ പോത്തിൻ ദ്രാവകം കൊടുക്കാൻ പറ്റില്ല. കൊടുക്കണോണ്ടല്ല, കൊടുത്തു കഴിഞ്ഞാൽ ദഹിക്കാൻ കുറെ ടൈം എടുക്കും. അപ്പൊ ഇതിന്റെ ഗുണങ്ങൾ എന്ന് വെച്ചാൽ ഇമ്മ്യൂണിറ്റി കൂട്ടാനും, ബ്ലഡ് സെല്ലിന്റെ പ്രൊഡക്ഷൻ കൂട്ടാനും, ഫാറ്റി ആസിഡ്സ് കൂട്ടാനും ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡോസ് എന്ന് പറഞ്ഞാൽ 15 ml to 30 ml ആണ് ഇതിന്റെ ഡോസ്. മിക്കവാറും നമ്മൾ എല്ലാവർക്കും ഇതിന്റെ ഇടയിൽ ഒരു 20 ml ഒക്കെയാണ് നമ്മൾ കൊടുക്കാറ്, 15 to 20 ml. പക്ഷെ ഞാനത് പറയുകയാണെങ്കിൽ പോലും ഓൾവേസ് കൺസൾട്ട് ഡോക്ടർ. ഇത് മാത്രമല്ല, വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ പോത്തിൻ ദ്രാവകം നമ്മൾ ഒറ്റയ്ക്കല്ല കൊടുക്കുക. നമ്മൾ അതിന്റെ കൂടെ ചേർക്കാവുന്നത് ഒന്നുമില്ലെങ്കിൽ അശ്വഗന്ധാരിഷ്ടം അല്ലെങ്കിൽ ബലാരിഷ്ടം, ഇങ്ങനെയൊക്കെ എല്ലാം മരുന്ന് മിക്സ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ കൊടുക്കുള്ളൂ. ഇത് രണ്ടും ചേർത്തിട്ടാണ് ഈ പറയുന്ന 30 ml നമ്മൾ പറയുന്നത്. അപ്പൊ ഇതിന്റെ കൂടെ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ഒരു മരുന്ന് എപ്പോഴും കൂടെ ഉണ്ടാവും. അത് ഉണ്ടാവണം എന്നാണ്. അതിന്റെ കൂടെ ചേർത്ത് വരുമ്പോഴാണ് ഇതിന്റെ ബലം കൂടുതൽ കിട്ടുള്ളൂ. അപ്പൊ പോത്തിൻ ദ്രാവകത്തിന്റെ ഇൻഗ്രീഡിയൻസിൽ അതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? ബല എന്ന ചെടി കേട്ടിട്ടുണ്ട്. ബല, സഹജര, ദേവദാരു, പിന്നെ രാസ്ന, വെളുത്തുള്ളിയൊക്കെ എന്താ പറയാ ബെസ്റ്റ് മെഡിസിൻ ആണ്. ഓക്കെ, രാസ്ന ഉണ്ടാവും, പിന്നെ സഹജര ഉണ്ടാവും, ദേവദാരു ഉണ്ടാവും, പിന്നെ ഇങ്ങനെ ഒരുപാട് മെഡിസിൻസ് അതിന്റെ ഉൾപ്പെടുത്തിയിട്ടാണ്. അതിന്റെ കൂടെ പോത്തിന്റെ എല്ലും അതിന്റെ അച്ചിയും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണ് ഇതിന്റെ മരുന്നുണ്ടാക്കുന്നത്. അപ്പോൾ ഒരു നിറവും ഇല്ലാത്ത ഒരു ഒരു മെഡിസിൻ ആണ് പോത്തിൻ ദ്രാവകം. ആ ദ്രാവകം എന്നുള്ള പേര് ഡിസ്റ്റിലേഷൻ പ്രോസസ്സ് വഴിയാണ് ഇതൊക്കെ ഉണ്ടാക്കി വരുന്നത്. അതുകൊണ്ട് ദ്രാവകം വെച്ചിട്ടുള്ള ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. അതിന്റെ അർത്ഥം ഇപ്പൊ കറ്റാർവാഴ വെച്ചിട്ട് ചില മെഡിസിൻസ് ഇറക്കുന്നുണ്ട്. അപ്പൊ ചില മെഡിസിൻ എന്ന് പറഞ്ഞാൽ അരിഷ്ടം പോലെയല്ല. അരിഷ്ടം ഒരുവിധം ഒക്കെ നമ്മൾ 30 ml ആയിരിക്കും ഒരുവിധം, എന്നാലും ചില ചേഞ്ചസ് ഉണ്ടാവും. ഈ ദ്രാവകം വെച്ചിട്ടുള്ള എന്ത് മെഡിസിൻ അല്ലെങ്കിൽ ഡിസ്റ്റിലേഷൻ വെച്ചിട്ട് എന്ത് മെഡിസിൻ ഉണ്ടാക്കിയാലും അതിന്റെ ഡോസ് കുറെ ഉണ്ടാവില്ല, കുറച്ചേ ഉണ്ടാവുള്ളൂ, 10 15 ml. അതുകൊണ്ടാണ് ചില മരുന്നുകൾ നമ്മൾ കുറച്ച് കഴിച്ചാൽ മതി എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, ഇത് കഴിച്ചതിന് ശേഷം ഡോക്ടറായിട്ട് ഫോളോ അപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ
ഇതിന്റെ കൂടെ നമുക്ക് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഒരു വാതവ്യാധി, അതേമാതിരി നമ്മുടെ ഈ പുറം വേദന, എല്ലാ വേദനത്തിനും, എല്ലാ വാദത്തിന്റെ വേദനകൾക്കും, സയാട്ടിക്ക, അതേമാതിരി കഴുത്ത് വേദന, ഇവിടെ മുതൽ ഇവിടം വരെ ഏത് വേദനയ്ക്കാണെങ്കിലും പോത്തിൻ ദ്രാവകം കഴിച്ചാൽ പെട്ടെന്ന് എഫക്റ്റ് കിട്ടും, മാറുകയും ചെയ്യും. പക്ഷെ ഇത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞു അതിന്റെ കൂടെ നമ്മുടെ ഡോക്ടർ നിങ്ങൾ കൺസൾട്ട് ചെയ്ത് ആകെ കാര്യങ്ങൾ. പക്ഷെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഈ മരുന്ന് എന്തിനുള്ളതാണ് മെയിൻ ആയിട്ട്, അതിന്റെ എന്താണ് അതിന്റെ ഇൻഗ്രീഡിയൻസ്, ഇങ്ങനെ കുറെ കാര്യങ്ങളാണ്. കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക.